അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാന് തീർന്നുകൊണ്ടേ വന്നു. നല്ല നല്ല ദിവസങ്ങൾ, നല്ല നല്ല മാസങ്ങളൊക്കെ പെട്ടെന്ന് പോകുക എന്നുള്ളത് നമുക്ക് വലിയൊരു കുറവാണത്, നമുക്ക് വലിയൊരു നഷ്ടമാണത്. അല്ലാഹു തആല ഇനിയും ധാരാളം റമദാനെ സ്വീകരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ ദിവസവും നാം എടുത്ത ഓരോരോ ക്ലാസ്സുകളും അല്ലാഹു തആല നമുക്ക് വലിയ ഉപകാരം ചെയ്യുന്നതായി, നമ്മിൽ നിന്ന് ഇതിൻ്റെ കാരണം കൊണ്ട് ആഖിറത്തിൽ അല്ലാഹു നമുക്ക് വലിയ രക്ഷ നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നിസ്കാരത്തിനെ പറ്റിയാണ്. റമദാൻ കഴിഞ്ഞാൽ നിസ്കാരമില്ലാത്തൊരു കൂട്ടരാവരുത്. കാരണം നോമ്പ് എന്നുള്ളത് വർഷത്തിൽ ഒരു മാസം നോറ്റ് വിടാനാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്. മറ്റുള്ള ഏതൊന്നും അങ്ങനെ തന്നെയാണ്. സക്കാത്ത് മുതലുള്ളവർ സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം, നോമ്പ് കഴിയുമെങ്കിൽ വർഷത്തിൽ ഒരു മാസം പിടിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അതേ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിസ്കാരത്തിനെ പറ്റി പറയുമ്പോൾ കഴിവുണ്ടെങ്കിലെന്നോ മുതലുണ്ടെങ്കിലെന്നോ അല്ല വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞില്ല. അതും വർഷത്തിൽ ഒരു പ്രാവശ്യമാണോ, ഒരു മാസമാണോ, അല്ല ഒരു മാസത്തിൽ ഒരാഴ്ചയാണോ, അല്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണോ, അല്ല, എല്ലാ ദിവസവും. ഓരോ ദിവസവും ഒന്നാണോ, അല്ല, ഓരോ ദിവസവും 5 വഖത്ത് നിസ്കാരം അത് മുഅ്മിനീങ്ങൾക്ക് ഫർളാക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും ഫർളാണ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമായ എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ്. അത് നിസ്കരിക്കാതെ നമുക്ക് രക്ഷയില്ല. നിസ്കാരം കളാക്കിക്കൊണ്ട് ഒരു നോമ്പും വേണ്ട, ഒരു ഹജ്ജും ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിസ്കാരം കളാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് കാര്യമില്ല. നിസ്കാരം കളാക്കിയിട്ട് ഒരു പ്രവർത്തനം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിർബന്ധമായും നിസ്കാരം കണക്കെടുക്കണം. നിസ്കാരം കഴിഞ്ഞിട്ടാവട്ടെ നമ്മുടെ കല്യാണം, നമ്മുടെ സൽക്കാരം, നമ്മുടെ ആഘോഷം, നമ്മുടെ പരിപാടികൾ, നമ്മുടെ മറ്റുള്ള ഏതൊരു കാര്യം നിസ്കാരം കഴിഞ്ഞിട്ടാവട്ടെ. നിസ്കാരം നിർത്തിയിട്ട് നിസ്കാരം ഇല്ലാതൊരു വിഷയമില്ല എന്ന നിലയ്ക്ക് നാം ചിന്തിക്കണം. പലപ്പോഴും കല്യാണ ദിവസം നമുക്ക് നിസ്കാരം ഉണ്ടാവില്ല. സ്വന്തം കല്യാണത്തിൽ പോലും അന്ന് കല്യാണം നടക്കാനിരിക്കുന്ന പുതിയാപ്പളിയും പുതിയ പെണ്ണും അവർ പോലും നിസ്കാരം കളാക്കിയിട്ടുണ്ടോ ആ കല്യാണം തന്നെ നെസ്സാണ്. കാരണം സുബഹിസ്കരിക്കാതെ അതല്ലെങ്കിൽ മറ്റുള്ള നിസ്കാരമില്ലാതെ എന്ത് കല്യാണമാണ്. അതുകൊണ്ട് എല്ലാ വിഷയം എന്തെടുത്ത് നോക്കിയാലും നിസ്കാരം കഴിച്ചിട്ടാണ്. ആദ്യമായി അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അമല് അത് നിസ്കാരമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനും ഒരു കാഫിറായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അത് തർക്കുസല, നിസ്കാരത്തിന് ഒഴിവാക്കലാണ്. നിസ്കാരമുണ്ടോ മുഅ്മിനാണ്, നിസ്കാരമില്ലേ അവൻ പൂർണ്ണമായ മുഅ്മിനല്ല. അപ്പം അതുകൊണ്ട് എല്ലാ വിഷയത്തിലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തല്ല നിസ്കാരം. ആ നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താണ് കാര്യം? നിസ്കരിക്കാത്തവനിക്ക് നായൻ്റെ സ്ഥാനം പോലും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഇതുപോലെ നിസ്കരിക്കാത്തൊരു മനുഷ്യൻ നല്ല വിശപ്പുണ്ട്, നല്ല ദാഹമുണ്ട്, അവനിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആകെയുള്ള ചെറിയൊരു ഭക്ഷണം മാത്രം, അല്ലെങ്കിൽ ചുരുങ്ങിയ വെള്ളം മാത്രമാണുള്ളത്. നിസ്കരിക്കാത്ത മനുഷ്യന് കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ, പറ്റൂല, കൊടുക്കേണ്ടതാണ്. അതേസമയം നായ വന്നാൽ ആ നായക്ക് അവിടെ വെള്ളം കൊടുക്കണം. നായക്കുള്ള സ്ഥാനം പോലുമില്ല. നായ ഭക്ഷണം കഴിച്ച പാത്രത്തിൽ നിസ്കരിക്കാത്തവനക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ ആ പാത്രം പിന്നീട് നായക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മഹത്തുക്കള് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. നാം ചിന്തിക്കണം, നിസ്കരിക്കാത്ത മനുഷ്യനിക്ക് ഭക്ഷണം കൊടുത്ത പാത്രത്തിൽ പിന്നീട് നായക്ക് ഭക്ഷണം കൊടുത്തുകൂടാ. എത്രമാത്രം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ നിസ്കാരമില്ലെങ്കിൽ ഇസ്ലാമിൽ യാതൊരു വിലയുമില്ല. അപ്പൊ റമദാന് കഴിഞ്ഞാൽ നിസ്കാരം കളാക്കിക്കൊണ്ട് ഒരു പരിപാടിയും വേണ്ട. പ്രത്യേകിച്ചും സുബഹി നിസ്കാരം കൃത്യമായി രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കണം. എന്നെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ,
നാം നിസ്കരിക്കാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിസ്കാരം വലിയ ബർക്കത്താണ്. നിസ്കാരം നമ്മുടെ സർവ്വ പ്രശ്നത്തിനെയും പരിഹാരമാണ്. മഹത്തുക്കളായ പൂർവികന്മാരായ ഓരോരുത്തരും ചരിത്രം എടുത്തു നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പെട്ടെന്ന് അല്ലാഹു അക്ബർ നിസ്കാരത്തിലേക്ക് കൈകെട്ടും, 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ടാണ് അവരുടെ തീരുമാനം. അവരുടെ പ്രശ്നത്തിന് പരിഹാരം അതായിരുന്നു, നിസ്കാരമായിരുന്നു. ഇന്ന് നമ്മൾ നിസ്കരിക്കൂല, മറ്റുള്ള ദിക്ർ ഹൽക്കയിലുണ്ടാവും, മറ്റുള്ള എല്ലാ പരിപാടികളും സജീവമായിരിക്കും. നിസ്കാരമില്ലാത്ത ഒന്നിനും സജീവമായിട്ട് കാര്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. നിസ്കാരമാണ് മുന്തിക്കേണ്ടത്. അതുകൊണ്ട് നിസ്കാരത്തോടൊപ്പം ദിക്ർ ഹൽക്ക വേണം, സ്വലാത്തിൻ്റെ ഹൽക്ക വേണം, മറ്റുള്ള എല്ലാ പരിപാടികളും നമുക്ക് നടത്താം. സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ പ്രവർത്തനങ്ങൾ നടത്താം. നിസ്കാരം ഖളാക്കിറ്റായി പോകരുത്. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.